السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون صدق الله العلي العظيم. ഖ്വാജാ ശഫാഅത്തിൽ മുഹിയുദ്ദീൻ തൻകൂടെ കൂട്ട് സവർഗത്തിൽ ആലമുടയോനെ നീ ഞങ്ങൾക്കെല്ലാവർക്കും സ്വർഗതലത്തിന് നിന്നോട് തൃക്കാഴ്ച കാട്ട് പെരിയോനെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ മഹത്തായ സ്നേഹം നേടിയെടുക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ മേഖലയിലും മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു വലിയ ഉന്നതമായ പദവിയിലാണ് ഉള്ളത്. കാമിലായ ഈമാൻ നേടിയെടുക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് മഹാനായ ശൈഖ് അവർകൾ ഈ നിലയിൽ ഉയർന്നത് എന്ന കാര്യം തീർച്ചയാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഉണർത്തുകയാണ്, യഥാർത്ഥ മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ പേടിക്കുന്നതാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിന്റെ ആയത്തുകൾ അവരുടെ മേൽ ഓതപ്പെട്ടാൽ സാദത്തുഹും ഈമാനാ, അവരുടെ വിശ്വാസം വർദ്ധിക്കുകയും വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിന്റെ മേൽ റബ്ബിന്റെ മേൽ അവർ തവക്കുലാക്കുകയും ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നതാണ്. എന്താണ് മുഅ്മിനായ മനുഷ്യന്റെ പ്രത്യേകത? അല്ലദീന യുഖീമൂനസ് സ്വലാത്ത, കൃത്യമായി നിസ്കാരത്തെ നിലനിർത്തുന്നവർ, അല്ലാഹു തആല അവർക്ക് കൊടുത്ത സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ്. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാൻ, അവർ യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾ തന്നെയാണ്. ഹഖ്ഖായ നിലയിൽ അവർ മുഅ്മിനീങ്ങളാണ്. ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം, അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ റബ്ബിന്റെ അടുക്കൽ വലിയ ഉന്നതമായ പദവികളുണ്ട്, ദറജകളുണ്ട്. പ്രത്യേകമായ സ്ഥാനം അല്ലാഹു തആല അവർക്ക് നൽകുകയാണ്. മഗ്ഫിറത്തുൻ, ദോഷം പൊറുക്കലും പാപമോചനവും അല്ലാഹു അവർക്ക് നൽകുന്നു. വറിസ്ഖുൻ കരീം, ഉന്നതമായ ദാനവും അല്ലാഹു തആല അവർക്ക് നൽകുകയാണ്. അല്ലാഹു തആല അവർക്ക് ഉന്നതമായ ദാനം നൽകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. എല്ലായിലും മേലെ അർശിങ്കൽ ചെന്നോവർ, എന്റെ കണ്ണപ്പേയും ലൗഹില്ലാതെന്നോവർ. മഹാനായ ഗൗസുൽ ആദം അല്ലാഹു തആല കൊടുത്ത ഉന്നതമായൊരു പദവിയാണ്. ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക, അർശിലേക്ക് നോക്കി അവിടെയുള്ള അത്ഭുതകരമായ സംഭവങ്ങൾ നോക്കി കാണാൻ കഴിയുക. ഇങ്ങനെ അല്ലാഹു തആല ബഹുമാനപ്പെട്ട ഗൗസുൽ ആദമിന് കൊടുത്തപ്പോൾ അല്ലാഹുവിന്റെ രാജസിംഹാസനമായ അർശിങ്കൽ ഞാൻ ചെന്നു വന്നു, ലൗഹുൽ മഹ്ഫൂദിലെ കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട് എന്നും മഹാനായ ശൈഖ് അവറുകൾ തന്നെ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ സിംഹാസനമായ അർശിങ്കൽ ഞാൻ ചെന്നു എന്ന് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ ഞാൻ നോക്കി മനസ്സിലാക്കുന്നുണ്ടെന്നും ശൈഖ് അവറുകൾ അവകാശപ്പെടുമ്പോൾ മഹാനായ ശൈഖ് റളിയല്ലാഹു അൻഹു തന്നെ രേഖപ്പെടുത്തുന്നു, പറയുന്നു, ഫഹ്തറഖതു ശുതൂറ ജമ്മൽ ലിഹുബ്ബി ഇന്ദ അർശിൽ ഇലാഹി കാന മഖാമി
മഹാനായ ഗൗസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, എല്ലാ മറകളെയും ഞാൻ തകർത്തു കളഞ്ഞു, ഞാൻ കരിച്ചു. അല്ലാഹു തആലയുമായിട്ടുള്ള ദിവ്യപ്രേമത്തെ മഹാനായ ഗൗസ് റളിയല്ലാഹു അൻഹു നേടിയെടുത്തത് കൊണ്ട് എല്ലാ മറകളെയും അല്ലാഹു തആല നീക്കിയിട്ടുണ്ട്, ബഹുമാനപ്പെട്ടവർ തകർത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ അർശിങ്കലായിരുന്നു എന്റെ താമസം. ഇലാഹിന്റെ അർശിന്റെ അടുക്കലാണ് കാന മഖാമി എന്റെ താമസമെന്ന് ഫുതൂഹുൽ ഗൈബിൽ രേഖപ്പെടുത്തുമ്പോൾ ലൗഹുൽ മഹ്ഫൂദിലും അർശും ഞാൻ നോക്കിക്കണ്ടു എന്ന് മഹാനായ ഗൗസ് അവർകൾ തന്നെ മറ്റൊരിടത്ത് രേഖപ്പെടുത്തുന്നു. നദർതു ഇലൽ മഹ്ഫൂദി വൽ അർശി നദറതൻ ഫലാഹത് ലിയൽ അൻവാർ വറബ്ബു അതാനി. ലൗഹുൽ മഹ്ഫൂദും അർശും ഞാൻ നോക്കി, അപ്പോൾ ദിവ്യപ്രകാശങ്ങൾ എന്നിൽ തെളിവ് പരത്തി. എനിക്ക് അല്ലാഹു തആല നൽകിയ വലിയ പദവിയാണ് വറബ്ബു അതാനി. അല്ലാഹു തആലയാണ് ഈ ഉന്നതമായ പദവികൾ അല്ലാഹു തആല ഗൗസുല്ലാഹു നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. മഹാനവർകൾ രേഖപ്പെടുത്തുകയാ, വശാഹത്തു മാ ബൈ ഫൗഖസ് സമാവാതി കുല്ലിഹാ കദശ്ൽ അർശു വൽ കുർസിയ്യു ഫീ ത്വയ്യി ഖബ്ലതി. മുഴുവൻ ആകാശങ്ങളിലും മുകളിലുള്ളവർക്ക് ഞാൻ സാക്ഷിയായി. അതേ അർശിനും കുർസിനും എന്റെ കയ്യിൽ ചുരുട്ടി പിടിച്ചതുപോലെയാണ്. അർശും കുർശുമൊക്കെ മഹാനായ ഗൗസുല്ലാഹു റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ചുരുട്ടി പിടിച്ച രീതിയിലാണ്. ഇങ്ങനെ ഉന്നതമായ പദവികൾ മഹാനായ ഗൗസ് റളിയല്ലാഹു അൻഹു അല്ലാഹു തആല നൽകിയപ്പോൾ ഈ നൽകിയ മഹത്തായ സംഭവത്തെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹു തങ്ങൾ തന്നെ വലിയ ഉന്നതമായ രേഖകൾ നമുക്ക് തെളിയിച്ചു തരുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന് പോയല്ലോ. ആ മിഅ്റാജിന് പോയ സമയത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെയാണ് അല്ലാഹു തആല മിഅ്റാജിന്റെ വേളയിൽ കാണുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തിരിച്ചു വരുന്ന റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്തൊക്കെയാണ് വിവരം? കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, വരാൻ പോകുന്ന ഉമ്മത്തിന് അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്തു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് ചുരുക്കി തരാൻ പറയണം. 50 വഖ്ത് നിസ്കാരം കൊടുത്തിരുന്നത് 9 പ്രാവശ്യം മടങ്ങി പോയി അല്ലാഹുവിനോട് കൽപ്പിച്ചതിന്റെ കാരണത്താൽ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 5 ആക്കി കൊടുക്കുകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ലോകാവസാനം വരേക്കും വരുന്ന വലിയ സംഭവത്തെ കുറിച്ച് മനസ്സിലാക്കുകയാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ ഔലിയാക്കളായ ആളുകൾ അവരുടെ വലിയ മഹത്തായ സ്ഥാനങ്ങൾ അവര് കാണുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധ്യമാകുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ യാത്രയും കഴിഞ്ഞ് തിരിച്ച് മക്കയിലെത്തുകയാണ്. മക്കത്തെ ആളുകൾ അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് ചോദിച്ചു, ഇന്നലെ ബൈത്തുൽ മുഖദ്ദസിലും അതുപോലെ ആകാശലോകത്തൊക്കെ പോയി വന്നു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ അവസ്ഥയെന്ത്? അവിടുത്തെ ഓരോ സംഭവങ്ങളെ കുറിച്ചും മക്കത്തെ ആളുകൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ബൈത്തുൽ മുഖദ്ദസിനെ കൺമുമ്പിൽ കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ അല്ലാഹു തആലാന്റെ റസൂൽ അതിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുകയാണ്. ഈ സംഭവം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത പ്രബലമായ ഹദീസിലുള്ള കാര്യമാണ്. ഒരാൾക്കും നിഷേധിക്കാൻ സാധ്യമല്ലാത്തതാണ്. ഈ നിലയിൽ വളരെ ദൂരമുള്ള സംഗതികൾ, അർശിലും കുർശിയിലൊക്കെയുള്ള കാര്യങ്ങൾ മഹാന്മാരായ ആളുകൾ കാണുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം മഹാനായ ഖദർ വലിയുല്ലാഹി അലൈഹിസ്സലാമിനോടൊപ്പം ഒരു വലിയ യാത്ര നടത്തി. വെള്ളിയാഴ്ച പള്ളിയിൽ നമ്മൾ ചെല്ലുമ്പോൾ
ഓതൽ പ്രത്യേകമായി സുന്നത്തുള്ള വെള്ളിയാഴ്ച ദിവസത്തിൽ പള്ളിയിലെത്തിയാലും ഇല്ലെങ്കിലും ഓതൽ സുന്നത്തുള്ള പ്രത്യേകമായ ഒരു സൂറത്താണ് സൂറത്തു അൽ കഹ്ഫ്. ആ അൽ കഹ്ഫ് സൂറത്തിൽ ബഹുമാനപ്പെട്ട ഖുദർ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നുണ്ട്. മൂസ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന മഹാനായ പ്രവാചകൻ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഖദർ വലിയുല്ലാഹി അലൈഹിസ്സലാമിനോട് കൂടെ യാത്ര പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് 2-3 സംഭവങ്ങൾ ഉണ്ടാകുന്നു. അതിൽപ്പെട്ട ഒന്ന്, യാത്ര ചെയ്തിരുന്ന കപ്പലിന്റെ അടിഭാഗത്തിൽ നിന്ന് ഒരു ഭാഗം ബഹുമാനപ്പെട്ടവർ, ഒരു മരക്കഷ്ണം ബഹുമാനപ്പെട്ടവർ പൊളിച്ചെടുക്കുകയാണ്. മൂസ നബി അലൈഹിസ്സലാം ചോദ്യം ചെയ്തു, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനോട് ഖദർ വലിയുല്ലാഹി അലൈഹിസ്സലാം പറയുകയാണ്, അമ്മസ്സഫീനതു വകാനത് ലിമസാകീന യഅമലൂന ഫിൽ ബഹർ ഫാറത്തു അൻ നഈബഹാ വകാന വറാഹും മലികുൻ യഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബാ. എല്ലാ കേടില്ലാത്ത നല്ലതായ കപ്പലുകളെ പിടിച്ചെടുക്കുന്ന ഒരു രാജാവ് അവരെ പോകുന്ന വഴിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ കപ്പൽ ഞാൻ കേടുവരുത്തിയത്. ഇത് സാധുക്കളായ ആളുകൾ ബഹറിൽ ജോലി ചെയ്യുന്ന കപ്പലാണ്. ഈ സംഭവത്തെ മഹാനായ ഖദർ അലൈഹിസ്സലാം വളരെ ദൂരെ നിന്ന് കാണുകയാണ്. വരാൻ പോകുന്ന സംഭവത്തെ കുറിച്ച് മഹാനവറുകൾ അറിയുകയാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഇങ്ങനെ അറിയും. പിന്നീടുണ്ടായതൊരു കുട്ടിയെ പിടിച്ചു കൊല്ലുകയാണ്. ഒരു കുട്ടിയെ കൊല ചെയ്യപ്പെടാനുള്ള കാരണം ഈ കുട്ടി വളർന്നാൽ മാതാപിതാക്കളെ പോലും കുഫറിലേക്കും തൊയ്യാനിലേക്കും എത്തിക്കാൻ സാധ്യതയുണ്ട്. അത് ഞാൻ പേടിക്കുന്നു. അത് കണ്ടാണ് ഈ കുട്ടിയെ കൊന്നത് എന്ന് മുഅ്മിനായ മാതാപിതാക്കളുടെ ഈമാൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാം അക്കാര്യം പറഞ്ഞത്. ഇതെല്ലാം ബഹുമാനപ്പെട്ടവരിങ്ങനെ വിശദീകരിച്ചു കൊടുത്തു. ആ കൂട്ടത്തിൽ ഒരു മതിലിന്റെ സംഭവം പറഞ്ഞു. ആ മതിലിന്റെ അടിയിൽ വളരെ സുന്ദരമായ ഒരു കൻസ്, ഒരു നിധിയുണ്ട്. അത് പുറത്തു ചാടിയാൽ പാവപ്പെട്ട യതീമക്കൾക്ക് ലഭിക്കുന്നത് നഷ്ടപ്പെട്ടു പോകും. ഫകാന ലിഗുലാമൈനി യതീമൈൻ വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സ്വാലിഹാ. സ്വാലിഹീങ്ങളായ മാതാപിതാക്കൾക്കുള്ള യതീമക്കൾ, അവരുടെ സമ്പത്ത്, കൻസ്, നിധി ആ മതിലിന്റെ ചുമരിന്റെ അടിയിലുണ്ട്. അത് നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ മതിൽ നന്നാക്കിയത് എന്ന് മറുപടി പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലാസ്റ്റ് കാണാൻ സാധ്യമാകുന്നു മൂസ നബി അലൈഹി ഇസ്ലാമിന് ക്ഷമിക്കാൻ സാധ്യമല്ലാത്ത, മൂസാ നബി അലൈഹി ഇസ്ലാമിന് സഹിക്കാൻ സാധ്യമല്ലാത്ത വലിയ കാര്യങ്ങൾക്കുള്ള വിശദീകരണം ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഖദർ വലിയുല്ലാഹി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ ഈ നിലക്കുള്ള കാഴ്ചയും അറിവും ഉടയവരാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നത്, നദർതു ഇലൽ മഹ്ഫൂദി വൽ അർശി നദറതൻ, ഞാൻ അർശിലേക്കും മഹ്ഫൂദിലേക്കും ലൗഹുൽ മഹ്ഫൂദിലേക്കും നോക്കുകയാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു തആല നൽകുന്ന വലിയ സംഭവമാണ്. മൂസ നബി അലൈഹി ഇസ്ലാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിറാജിന്റെ വേളയിൽ തിരിച്ചു വരുന്ന വഴിക്ക് മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അല്ലയോ പ്രവാചകരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, നിങ്ങളുടെ സമുദായത്തിന് നിങ്ങളിപ്പോൾ കൊണ്ടുപോകുന്ന 50 വഖ്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ സാധ്യമല്ല. ഈ സമുദായത്തിന്റെ മുഴുവൻ അവസ്ഥകളും കണ്ടു മനസ്സിലാക്കി മഹാനവറുകൾ അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മഹാന്മാരിൽ നിന്നുണ്ടാകുന്നു. ഈ നിലയിൽ അല്ലാഹു തആല ആദരിച്ച മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിനെ നാം സ്വീകരിക്കാൻ തയ്യാറാവണം. എന്നെ പിടിച്ചോവർ ഇടറുന്ന നേരത്ത് എപ്പോഴും അവർ കൈ പിടിപ്പൻ ഞാനെന്നോവർ
എന്റെ ശിക്ഷ ലഭിച്ചവർ വഴിതെറ്റുന്ന സമയത്തെല്ലാം ഞാൻ അവരെ രക്ഷിക്കും എന്ന് ശൈഖ് അവറുകൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ശൈഖ് അബുൽ ഖാസിം റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മുരീദുമാർ എന്തെങ്കിലുമൊക്കെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായാൽ ആ മുരീദിന്റെ കൈപിടിക്കാൻ ബഹുമാനപ്പെട്ട ശൈഖ് അവറുകൾ തയ്യാറാണ്. എന്നെ പിടിച്ച് വേറെ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചവർ ഒന്നും പേടിക്കേണ്ടതില്ല. അവർക്ക് കാവലായിട്ട് ബഹുമാനപ്പെട്ട ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളവറുകൾ ഉണ്ടാകുമെന്ന് മഹാനായ ഔസ് റളിയല്ലാഹു അൻഹു തങ്ങൾ തന്നെ നമ്മെ അറിയിക്കുകയാണ്. ഈ നിലയിൽ മഹാനായ ഔസുല്ലാദമിനെ നാം സ്വീകരിക്കാനും അംഗീകരിക്കാനും തയ്യാറാവും. അദ്ദേഹത്തിന്റെ മഹത്തായ ത്വരീഖത്തുകൾ വളരെ സ്വീകാര്യമായ രീതിയിൽ പ്രഗത്ഭരായ മശായിഖന്മാർ നമ്മുടെയൊക്കെ നാടുകളിൽ ഇന്ന് മറ്റുള്ള മുരീദുമാർക്ക് അവിടുത്തെ ശിഷ്യന്മാർക്ക് ഇജാസത്ത് പ്രകാരം നൽകുന്നു. അതനുസരിച്ച് അവർ അമൽ ചെയ്തു വരും. അതെല്ലാം ഔലിയാക്കളിലേക്ക് എത്താനും അവരെ വഴി മുഖേന നമുക്ക് വിജയം കാണാനുമുള്ള നല്ലൊരു മാർഗമാണ് എന്ന് നാം ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഔലിയായിനെ അറിയാനും കാണാനും നമുക്ക് നല്ലൊരു അവസരമായി നമുക്ക് ഭാഗ്യം തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് 17-ന് റബീഉൽ ആഖിർ 11-ന് വെള്ളിയാഴ്ച നമ്മുടെ മഹത്തായ പരിപാടി സമാപിക്കുമ്പോൾ അന്ന് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കുമുള്ള പ്രാർത്ഥനാ മജ്ലിസായിട്ട് ഈ പരിപാടി സമാപിക്കുകയാണ്. അല്ലാഹു തആല എല്ലാം കബൂലാക്കി എല്ലാം സ്വീകരിച്ചു റാഹത്ത് നൽകി പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.